രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ടതായി ആരോപിക്കുന്ന മാസപ്പടി വിവാദം. രാഷ്ട്രീയ വേദികളിലും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഈ വിഷയം ഇന്നും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ തുടരുകയാണ്. ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിലും നിയമപരമായ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്കെതിരെയോ സ്ഥാപനത്തിനെതിരെയോ ഉയരുന്ന ആരോപണങ്ങൾ മാത്രം കുറ്റം തെളിയിക്കുന്നതല്ല. കുറ്റം തെളിയിക്കപ്പെടണമെങ്കിൽ അന്വേഷണവും നിയമ നടപടികളും കോടതിയുടെ പരിശോധനയും ആവശ്യമാണ്. അതിനാൽ രാഷ്ട്രീയ ചർച്ചകളും നിയമപരമായ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വ്യക്തമായ വേർതിരിവ് ഉണ്ടെന്നതാണ് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ വിവിധ കേന്ദ്ര ഏജൻസികളും അന്വേഷണ സ്ഥാപനങ്ങളും വിവരശേഖരണവും പരിശോധനകളും നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അന്വേഷണം നടക്കുന്നു എന്നത് മാത്രമല്ല ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് സംശയങ്ങൾ പരിശോധിക്കാനും രേഖകൾ വിലയിരുത്താനും നിയമപരമായ അധികാരമുണ്ട്. അതേസമയം അന്തിമമായ കുറ്റനിർണയം നടത്താനുള്ള അധികാരം കോടതികൾക്കാണ്. മാസപ്പടി വിവാദത്തെക്കുറിച്ച് തുടർച്ചയായി ഉന്നയിക്കുന്ന പ്രധാന വാദം ഇതുവരെ കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണെന്നതുമാണ്. മറുവശത്ത് വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുകയും പൊതുജനങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടൊപ്പം വിഷയം നിയമപരമായതിലുപരി രാഷ്ട്രീയമായും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു വ്യക്തിയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കാൻ കോടതി വിധി ആവശ്യമാണ് എന്ന അടിസ്ഥാന തത്വവും ഇവിടെ പ്രസക്തമാണ്. ആരോപണങ്ങൾ ഉയരാം, അന്വേഷണങ്ങൾ നടക്കാം, രാഷ്ട്രീയ വിമർശനങ്ങളും ശക്തമാകാം. എന്നാൽ നിയമപരമായ കുറ്റബോധ്യം ഉണ്ടാകണമെങ്കിൽ അതിന് ആവശ്യമായ തെളിവുകളും കോടതി നടപടികളും അനിവാര്യമാണ്. അതിനാൽ മാസപ്പടി വിവാദത്തെ സംബന്ധിച്ച് നിലവിൽ ഉയരുന്ന ചർച്ചകളും നിയമപരമായും രാഷ്ട്രീയപരമായും വേർതിരിച്ച് കാണേണ്ടതുണ്ടെന്നാണ് ഈ വിഷയത്തെ പിന്തുണയ്ക്കുന്നവരുടെ നിലപാട്. അന്തിമ സത്യം നിർണയിക്കപ്പെടേണ്ടത് പൊതു ചർച്ചകളിലൂടെയല്ല, മറിച്ച് നിയമത്തിന്റെ വഴികളിലൂടെയും കോടതികളുടെ പരിശോധനയിലൂടെയുമാണ് എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം. വീണ വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവിധ ഏജൻസികൾ നടത്തിയ പരിശോധനകളും അന്വേഷണങ്ങളുമാണ് വിവാദങ്ങൾക്ക് പ്രധാന കാരണം. ചില സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കമ്പനികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പൊതുചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ ഉയർന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തി കുറ്റക്കാരനാകില്ല എന്നതാണ് നിയമത്തിന്റെ അടിസ്ഥാന തത്വം. കുറ്റം തെളിയിക്കുന്ന രേഖകളും സാക്ഷിമൊഴികളും മറ്റു തെളിവുകളും ലഭിച്ചാൽ മാത്രമേ ക്രിമിനൽ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. ഒരു കേസിൽ ക്രിമിനൽ ഉത്തരവാദിത്തം സ്ഥാപിക്കണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്. രേഖകൾ, സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ, സാക്ഷിമൊഴികൾ, വിദഗ്ധ പരിശോധനാ റിപ്പോർട്ടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ ഏജൻസികൾ നിഗമനത്തിലേക്ക് എത്തുക. ഈ തെളിവുകൾ കോടതിയുടെ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോഴും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. അതിനുശേഷമാണ് കുറ്റം തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആരോപണത്തിൽ നിന്നും വ്യക്തി മുക്തനാകപ്പെടുകയോ ചെയ്യുന്നത്. അതിനാൽ ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ ആരോപണങ്ങളും ആരോപണങ്ങളും മാത്രം അടിസ്ഥാനമാക്കാതെ അന്വേഷണങ്ങളുടെ പുരോഗതിയും കോടതികളുടെ നിലപാടുകളും നിയമപരമായ തെളിവുകളും പരിഗണിക്കേണ്ടതുണ്ട്. ഭാവിയിൽ പുതിയ തെളിവുകൾ പുറത്തു വരികയോ അന്വേഷണ ഏജൻസികൾക്ക് നിയമ നടപടികൾക്ക് മതിയായ വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്താൽ സ്ഥിതി മാറാനും സാധ്യതയുണ്ട്. അതുവരെ ആരോപണങ്ങളും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ഒരു വശത്തും നിയമപരമായ തെളിവുകളുടെ ആവശ്യകത മറുവശത്തുമായി ഈ വിവാദം തുടർന്നുകൊണ്ടേയിരിക്കും.